പറന്നുയർന്ന് കാണാതായ ഒരു വിമാനം 37 വർഷത്തിന് ശേഷം ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. 1955 ന്യൂയോർക്കിൽ നിന്നും മയാമിയിലേക്ക് പാസഞ്ചേഴ്സിനെയും കയറ്റി പുറപ്പെട്ടു. പ്ലെയിൻ അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലെയിനിൽ നിന്നുമുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി. ഒടുക്കം പ്ലെയിൻ മിസ്സിംഗ് ആണ് എന്ന് ഒരുപാട് തിരച്ചിലുകൾക്ക് ശേഷം അവർ തിരിച്ചറിഞ്ഞു. പ്ലെയിൻ അവർക്ക് കണ്ടെത്താൻ കഴിയാത്തതോടെ പ്ലെയിൻ മിസ്സിംഗ് എന്ന രീതിയിൽ കേസും ക്ലോസ് ചെയ്തു. അങ്ങനെ 37 വർഷങ്ങൾക്കിപ്പുറം അവിടെയുള്ള ഒരു എയർപോർട്ടിൽ അപ്രതീക്ഷിതമായി ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുവാനുള്ള പെർമിഷൻ റിക്വസ്റ്റ് വന്നു. എയർപോർട്ടിൽ ഉള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. കാരണം 37 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അതേ പ്ലെയിൻ തന്നെയാണ് പെർമിഷൻ റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അവർ പെർമിഷൻ കൊടുത്തു. പ്ലെയിൻ ലാൻഡ് ചെയ്ത ഉടനെ അതിൽ നിന്ന് ഒരു പൈലറ്റ് ഇറങ്ങി വന്ന് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു ഇതേതാണ് വർഷമെന്ന്. എയർപോർട്ടിലുള്ളവർ നടന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് പറഞ്ഞു കൊടുത്തുവെങ്കിലും ഒന്നും മനസ്സിലാകാത്ത പോലെ പരിഭ്രാന്തനായി അയാൾ തിരിച്ച് പ്ലെയിനിൽ കയറി ടേക്ക് ഓഫ് ചെയ്തു പോയി. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീട് പ്ലെയിൻ കണ്ടതുമില്ല. അന്ന് നടന്ന ആ കാര്യം ഒരു മിസ്റ്ററിയായി തുടരുന്നു.